നമ്മൾ ഇന്നു മുതൽ ടാർസന്റെ കഥ ആരംഭിക്കുകയാണ്. കാടിന്റെ ഹൃദയത്തിൽ വളർന്നു വന്ന ഒരു അനാഥ കുഞ്ഞിന്റെ അത്ഭുതകരമായ ജീവിതകഥയാണ് ടാർസൻ കഥ. മനുഷ്യർക്കിടയിൽ അല്ല, കാട്ടിലെ മൃഗങ്ങളോടൊപ്പമാണ് ടാർസൻ വളർന്നത്. പ്രകൃതിയുടെ മകനായ ടാർസൻ. അപ്പോൾ ആരംഭിക്കാം. ടാർസൻ ഭാഗം 1. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മിന്നൽ പിണർ, പിന്നെ ചെവി തുളയ്ക്കുമാറ് ഒരു ഇടിമുഴക്കം. ദൈവമേ, ആ യുവതി അലറിക്കരഞ്ഞു. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. അതുമാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന. ഒരു കൈകൊണ്ട് അവൾ തൻ്റെ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. കത്തി അമരുന്ന ആ കപ്പലിൽ നിന്നും വലിയൊരു കയർ വഴി താഴെയുള്ള ചങ്ങാടത്തിലേക്ക് അവൾ ഊർന്നിറങ്ങി. ആ കൈകളിലെ മൃദുലമായ തൊലി പാളിയോടെ അടർന്നു നീങ്ങി. ചോര ദേഹത്തിൽ നിന്നും ചീറ്റിത്തുടങ്ങി. പക്ഷേ അതൊന്നും ആ യുവതി അറിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും പൊന്നോമനെ രക്ഷിക്കുകയെന്ന ചിന്ത മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. മെല്ലെ മെല്ലെ കപ്പലിൻ്റെ ഡിക്കിയിൽ നിന്നും അവളുടെ ഭർത്താവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പാഞ്ഞു വന്ന അഗ്നിനാളങ്ങൾ കയറിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് അയാൾ. ആ കയർ മാത്രമാണ് താഴെയുള്ള ചങ്ങാടത്തിലെത്തുവാനുള്ള ഏക മാർഗം. ഞങ്ങളിവിടെ എത്തി, ഞങ്ങളെത്തി, ഇനി നിങ്ങൾ ചാടൂ, വരൂ, വേഗം വരൂ. യുവതിയുടെ സ്വരമുയർന്നു. അയാൾ ആശ്വാസത്തോടെ തൻ്റെ കപ്പലിൽ നിന്നും കയർ വഴി താഴേക്ക് ഊർന്നിറങ്ങി. പ്രിയേ, താഴെ എത്തിയ അയാൾ ചങ്ങാടത്തിലേക്ക് ചാടിക്കയറി. പിന്നെ തൻ്റെ ഭാര്യയെ ഗാഢമായി ചുംബിച്ചു. എൻ്റെ മുത്തേ. തൻ്റെ ശിശുവിനെ അയാൾ മാറോട് ചേർത്തു. ഭാര്യയും കുഞ്ഞും സുരക്ഷിതമായിരിക്കുന്നുവെന്നറിഞ്ഞ് തുള്ളിച്ചാടുവാനാണ് അയാൾക്ക് തോന്നിയത്. പക്ഷേ എത്രയും വേഗം അവിടെ നിന്നും തുഴഞ്ഞു നീങ്ങേണ്ടിയിരിക്കുന്നു. അയാൾ തൻ്റെ സർവ്വശക്തിയും എടുത്തു തുഴഞ്ഞു. ബലിഷ്ഠമായ കരങ്ങളാൽ അയാൾ മുമ്പിൽ ഉയരുന്ന തിരമാലകളെ മുറിച്ചു നീക്കി ചങ്ങാടത്തെ പായിച്ചുകൊണ്ടിരുന്നു. യുവതി തൻ്റെ കൈവശമുള്ള കുഞ്ഞിനെ മാറോടണച്ചുകൊണ്ട് തങ്ങൾ സഞ്ചരിച്ചിരുന്ന കപ്പലിലേക്ക് നോക്കി. ഒരു തീജ്വാലയായി നിലകൊണ്ടതിനു ശേഷം അത് സാവധാനം കടലിൻ്റെ അഗാധതയിലേക്ക് താണു. സൂര്യശോഭ ക്ഷണനേരം കൊണ്ട് അപ്രത്യക്ഷമായതുപോലെയായിരുന്നു അത്. നമ്മുടെ കപ്പൽ. യുവതി അപ്രകാരം പറയുമ്പോഴും അവളുടെ മനസ്സിൽ ആഹ്ലാദമായിരുന്നു. തങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. തൻ്റെ പ്രിയ ഭർത്താവും പൊന്നോമന മകനും തന്നോടൊപ്പമുണ്ട്. ഇനി എന്തിന് താൻ കരയണം? അവൾ ആത്മസംയമനം പാലിച്ചു. പ്രിയേ, നോക്കൂ. ഭർത്താവ് കടൽ വെള്ളത്തിലേക്ക് കൈ ചൂണ്ടി അലർന്ന കേട്ട അവൾ ചിന്തയിൽ നിന്നുയർന്നു. ഒരു മരച്ചില്ല. ഈശ്വര, ഇതൊരു മരച്ചില്ല തന്നെ. അവൾ അന്താളിപ്പോടെ പറഞ്ഞു. ഇരുവരും ഒരു നിമിഷം നിശബ്ദരായി. പിന്നെ അവർ മുഖത്തോട് മുഖം നോക്കി. അടുത്തെവിടെയോ കരയുണ്ട്. ഒരു നാവികന്റെ പാടവത്തോടെ മരച്ചില്ല ഒഴുകി വന്ന ദിക്കിലേക്ക് ആഞ്ഞു തുഴഞ്ഞു ആ യുവാവ്. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. തങ്ങളുടെ ചങ്ങാടം ചീറിപ്പായുന്നത് അവരറിഞ്ഞു. ഇതിനോടകം യുവതി തൻ്റെ കുഞ്ഞിനെ തുണി കൊണ്ട് ദേഹത്തേക്ക് വരിഞ്ഞു മുറുക്കിയിരുന്നു. ചോരയൊലിക്കുന്ന കൈകൾ കൊണ്ട് അവൾ ചങ്ങാടത്തിൽ മുറുകെ പിടിച്ചു. നാം ഇതാ കരയിലെത്തിയിരിക്കുന്നു. ഹേയ്, നാം ഇതാ കരയ്ക്കെത്തിയിരിക്കുന്നു. യുവാവിൻ്റെ അലർച്ച ഉയർന്നു. ഭയപ്പാടോടെ യുവതി കണ്ണുകൾ തുറന്നു. പിന്നെ അവൾ കുഞ്ഞിനെ നോക്കി. ഭാഗ്യം, അത് വളരെ ശാന്തനായി ഉറങ്ങുന്നു. അവൾ ചുറ്റും കണ്ണോടിച്ചു. അതാ നിരവധി മരങ്ങൾ, പച്ചപ്പിൻ്റെ മനോഹരമായ കാഴ്ച, ഫലഭൂയിഷ്ടമായ ഭൂമി. കടൽ തീരമാണെന്ന് ആർക്കും തോന്നുകയേയില്ല. ഇതേതോ ആഫ്രിക്കൻ കാട് തന്നെ. തൻ്റെ നാവിക പരിജ്ഞാനം വെച്ച് ആ യുവാവ് പിറുപിറുത്തു. ക്ഷീണിച്ചു തളർന്ന യുവതി അതിന് മറുപടിയും പറഞ്ഞില്ല. അവൾ തൻ്റെ ശിശുവിനെയും പുൽകിക്കൊണ്ട് അപ്പോഴേക്കും ഗാഠനിദ്രയിലാണ്ടു കഴിഞ്ഞിരുന്നു. വിശ്രമിക്കൂ പ്രിയേ, വിശ്രമിക്കൂ. ആ ചെറുപ്പക്കാരൻ അവളുടെ ശിരസ് തൻ്റെ മടിയിലേക്ക് എടുത്തു വച്ചു. തളർച്ച മൂലം അയാളുടെ കണ്ണുകളും സാവധാനം അടഞ്ഞു. ആ യുവാവിൻ്റെ നിഗമനം ശരിയായിരുന്നു. അത് ആഫ്രിക്കൻ തീരത്തുള്ള ഒരു കൊടുങ്കാടായിരുന്നു. പൂ ക്വാ ക്വാ ക്വായ്, ക്വാ ക്വാ പൂ ക്വായ്. ഇത്തരം വിചിത്ര ശബ്ദങ്ങൾ അല്പമകലിൽ നിന്നും ഉയർന്നു തുടങ്ങി. നിദ്രയിലായിരുന്ന യുവാവും യുവതിയും അത് കേൾക്കാതിരുന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ഭയം കൊണ്ട് സിരകൾ മരവിച്ച് അവർ അപ്പോൾ തന്നെ മരിച്ചു വീഴുമായിരുന്നു. ഒരു കൂട്ടം ഗോറില്ലകളായിരുന്നു ആ വികൃത ശബ്ദം മുഴക്കിയത്. തങ്ങൾ രാത്രി വിശ്രമത്തിനായി പോകുന്നുവെന്ന് ഗൊറില്ലകളുടെ മൂപ്പൻ നൽകിയ മുന്നറിയിപ്പായിരുന്നു അത്. കാല ഘർ ഘർ.
ഒരു പെൺ ഗോറില്ലയുടെ അടുത്തേക്ക് അവളുടെ ഭർത്താവെന്ന് തോന്നിച്ച ആൺ ഗോറില്ല എത്തി. ഗർച്ചക് ഗർച്ചക് ഗർ ഗർ. കാല എന്ന പെൺ ഗോറില്ല തൻ്റെ ഭർത്താവായ ഗർച്ചകിനെ സ്വാഗതം ചെയ്തു. പിന്നെ അവൾ തൻ്റെ ഭർത്താവിൻ്റെ ഉരുക്കു തോൽക്കുന്ന ദേഹത്തേക്ക് നോക്കി. അയാളുടെ ഇടതൂർന്ന രോമകുപ്പായത്തിലൂടെ അവളുടെ കറുത്ത നീണ്ട വിരലുകൾ പാഞ്ഞു നടന്നു. ഹേയ് നേതാവേ! ഒരു കള്ളച്ചിരിയോടെ കാല മുരണ്ടു. അത് കേട്ട ഗർച്ചക് തൻ്റെ വെളുത്തു കൂർത്ത പല്ലുകൾ പുറത്തു കാട്ടിയൊന്ന് എളിച്ചു. പിന്നെ ഇരു കൈകളും മാറത്തടിച്ച് പെരുമ്പറ മുഴക്കി. ഗർച്ചക് എന്ന ആൺ ഗോറില്ലയുടെ ഉഗ്രമായ ശബ്ദം കേട്ട് മറ്റു ഗോറില്ലകളൊന്നും ഞെട്ടിയില്ല. തങ്ങളുടെ നേതാവിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ഇതെന്ന് അവർക്കറിയാം. പ്രിയതമയായ കാലയുടെ ചുണ്ടിൽ നിന്നും പ്രേമ പുരസരം അയാളുടെ പേർ ഉയർന്നിട്ടുണ്ടാവണം. വൃദ്ധരായ ഗോറില്ലകൾ അടക്കി ചിരിച്ചു. യുവതി യുവാക്കൾ അസൂയയോടെ നെടുവീർപ്പിട്ടു. ഈ രംഗം പതിവാണെന്ന മട്ടിൽ കുട്ടി ഗോറില്ലകൾ കൂർക്കം വലി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ സമയം അല്പം അകലെയായി മറ്റൊരു കുടുംബം ഗാഢമായ ഉറക്കത്തിലായിരുന്നു. വളരെ മൃദുലമായ തൂവെള്ള മേനിയോടെ കാണപ്പെട്ട ആ കുടുംബം കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട് കരയ്ക്കണഞ്ഞവരായിരുന്നു. ഹേയ്, നേരം പുലർന്നിരിക്കുന്നു, എഴുന്നേൽക്കൂ! യുവതി തൻ്റെ ഭർത്താവിനെ കുലുക്കി വിളിച്ചു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ കണ്ണു തുറന്നു. ചുറ്റും കാണുന്ന അപരിചിതമായ കാഴ്ചകൾ അയാളെ ഞെട്ടിച്ചു. ഹേയ്, നാം എവിടെയാണ്? അയാൾ യുവതിയെ തുറച്ചു നോക്കി. പിന്നെ കടലിലേക്കും തങ്ങളെ അവിടെ എത്തിച്ച ചങ്ങാടത്തിലേക്കും അയാൾ മാറി മാറി നോക്കി. കാര്യം മനസ്സിലാക്കുവാൻ അയാൾക്ക് കുറച്ചു സമയം വേണ്ടി വന്നു. ഈ കാട്ടിൽ നാം അകപ്പെട്ടു പോയിരിക്കുന്നു, ഒരു തേങ്ങലോടെ യുവതി പറഞ്ഞു. പക്ഷേ നാം ജീവിക്കും. നിന്നെ ഞാൻ നഗരത്തിലേതുപോലെ സുഖസൗകര്യങ്ങൾക്കിടയിൽ നിലനിർത്തും. നമ്മുടെ കുഞ്ഞ് ഈ കാടിൻ്റെ അധിപനാകും. ഇവയൊക്കെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം. നാം രക്ഷപ്പെടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, യുവതി ഒരു പ്രാർത്ഥനയുടെ സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ യുവാവ് അത് കേട്ടതായി ഭാവിച്ചില്ല. അയാളുടെ കണ്ണുകൾ തൻ്റെ മുമ്പിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷത്തിനു നേരെ പതിഞ്ഞിരുന്നു. ഇവിടം നമ്മുടെ സ്വപ്ന ഭവനമാകും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അയാൾ മരത്തിലേക്ക് വലിഞ്ഞു കയറി. അധികം വൈകിയില്ല. കരക്കടിഞ്ഞ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് വിശാലമായ ശിഖരത്തിൽ ഭംഗിയുള്ള ഒരു കൊച്ചു വീട് പണിത് തീർക്കപ്പെട്ടു. പക്ഷേ ഞാൻ എങ്ങനെ മുകളിലെത്തും? യുവതി ചോദിച്ചു. നിന്നെ ഞാനിങ്ങനെ ചുറ്റി വരിഞ്ഞ്. ചെറുപ്പക്കാരൻ അവളുടെ അരക്കെട്ടിലേക്ക് തൻ്റെ കൈകൾ ചുറ്റി. വേണ്ട വേണ്ട, അതെപ്പോഴും പറ്റില്ലല്ലോ, യുവതി പരിഭവിച്ചു. ശരി, നിന്റെ പരിഭവം ഞാനിപ്പോൾ തന്നെ തീർത്തു തരാം. അയാൾ കാട്ടുവള്ളികൾ കൊണ്ട് മനോഹരമായ ഒരു ഏണി ഉണ്ടാക്കി. ഇരുവരും തങ്ങളുടെ മനോഹരമായ വീടിനെ നോക്കി പുഞ്ചിരിച്ചു. ആശങ്കകൾ അവരുടെ മനസ്സിൽ നിന്നും സാവധാനം അകന്നു തുടങ്ങിയിരുന്നു. നിരവധി കാട്ടുപഴങ്ങളും കാനന പൂഞ്ചോലകളുമുള്ള ആ കാട്ടിൽ തങ്ങൾക്ക് ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. എല്ലാം ഈശ്വരകൃപ. കുഞ്ഞിന് മുത്തം നൽകിക്കൊണ്ട് അവർ ഈശ്വരന് നന്ദി പറഞ്ഞു. മറ്റൊരിടത്ത് ഈ സമയം ഗർച്ചക്കും കാലായും കുഞ്ഞു ഗോറില്ലയും ഉൾപ്പെട്ട ഗോറില്ല കുടുംബം വിവിധ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരു രാത്രി ഗർച്ചക്ക് പതിവ് പോലെ തൻ്റെ പ്രിയതമയെ വരിഞ്ഞു മുറുക്കി ഗാഠനിദ്രയിലാണ്ടു. കാലായും പ്രിയതമൻ്റെ സാന്നിധ്യത്തിൽ സ്വയം മറന്ന് ഉറങ്ങുകയായിരുന്നു. ഈ സമയം ഒരു നിശാശലഭം അവിടേക്ക് പറന്നെത്തി. ഗൂർ ഗൂർ. കൊച്ചു ഗോറില്ലയുടെ കൈകൾ അതിനു നേരെ നീണ്ടു. അവൻ അതിനെ കിട്ടിയേ മതിയാകൂ. അവൻ അക്ഷമയോടെ തൻ്റെ മാതാപിതാക്കളെ നോക്കി. പരിസരം മറന്നുറങ്ങുന്ന അവരെ കണ്ട് അവന് ശുണ്ഠി തോന്നി. അവരെ ശല്യപ്പെടുത്തുന്നതിന് പകരം കൊച്ചു ഗോറില്ല സാവധാനം ചിത്രശലഭത്തിൻ്റെ പുറകെ നീങ്ങി.